ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ പേജ് ഡിലീറ്റ് ചെയ്ത് കളയുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ. ഒത്തിരി പേര് കമൻറ്റ് ബോക്സിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേജുകളുണ്ട്, അതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ കുറച്ച് പേജസ് ഒന്ന് ഡിലീറ്റ് ചെയ്യണം, എങ്ങനെയാണെന്നുള്ളത്. എൻ്റെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 1000 ഫോളോവേഴ്സ് എങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മാനേജ് ചെയ്ത് കീപ്പ് ചെയ്ത് പറ്റുന്ന സമയത്തൊക്കെ അതിന് നല്ല കണ്ടൻറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, കോപ്പിറൈറ്റ് ഇല്ലാത്തതും റീയൂസ്ഡ് ആകാത്തതുമായ, ലിമിറ്റ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടൻറ്റ് വരാത്തതുമായ കണ്ടൻറ്റുകൾ ഇടുവാണെന്നുണ്ടെങ്കിൽ, ഇടാൻ സമയമുണ്ടെന്നുണ്ടെങ്കിൽ പേജുകളൊന്നും ഡിലീറ്റ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരുന്നാൽ അതിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം എൻ്റെ ഫേസ്ബുക്കിലേക്ക് പോവുകയാണ്. ഫേസ്ബുക്കിൽ നമ്മൾ ഏത് പേജാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പേജ് അങ്ങനെ എടുക്കണം കേട്ടോ. ഇപ്പം എൻ്റെ ക്യൂട്ട് ബേബീസ് എന്ന് പറയുന്ന ഒരു പേജ് ഞാൻ വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ ആർക്കും എന്തോ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ. ആ പേജ് ഞാൻ ഇങ്ങനെ എടുക്കുന്നു, പേജ് ഇങ്ങനെ എടുത്തു. മറ്റേ ബിസിനസ് യൂട്ടൊന്നുമല്ല, പേജ് തന്നെ നമ്മൾ സ്വിച്ച് ചെയ്തിട്ട് പേജ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട ഈ പ്രൊഫൈൽ പിക്ചറിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. എല്ലാവർക്കും അറിയാലോ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് കാണും. ആ സെറ്റിങ്സിലേക്ക് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യണം. ആ സെറ്റിങ്സിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്ന് സ്ക്രോൾ ചെയ്ത് പോവാണെങ്കിൽ ഇവിടെ ആക്സസ് ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞ ഒരു സംഭവം കാണുന്നുണ്ടല്ലോ, അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ തന്നെ കുറേ ഓപ്ഷൻസ് കാണും. ഡീആക്ടിവേറ്റ് പേജ് എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ട്, എനിക്ക് കുറച്ച് നാളത്തേക്ക് എൻ്റെ പേജ് വേണ്ട, അപ്പം നമുക്ക് വീണ്ടും അത് ആക്ടിവേറ്റ് ആക്കണമെങ്കിൽ ആക്ടിവേറ്റ് ആക്കി എടുക്കാം. പിന്നെ അൺപബ്ലിഷ്ഡ് പേജ് എന്ന് പറഞ്ഞാലും ഇതും ടെമ്പററി ആണ്, മറ്റുള്ളവർക്കൊന്നും കാണാൻ പറ്റില്ല. നമ്മുടെ പേജ് മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ല. അതായത് നിങ്ങൾ വായിച്ചു നോക്കുക, ഓൺലി യു ദ പീപ്പിൾ ഹൂ മാനേജ് ക്യൂട്ട് ബേബീസ് വിൽ ബി ഏബിൾ ടു സീ ആൻഡ് എഡിറ്റ് ദ പേജ്. അതായത് നമ്മൾ അഡ്മിൻസിന് വേണ്ടി മാത്രമായിട്ട് കാണാൻ പറ്റും, വേറെ ആർക്കും ഇത്തരം ഒരു സർട്ടൻ പീപ്പിളിന് വേണ്ടിയിട്ടല്ല. ടെമ്പററി ആയിട്ട് നമുക്ക് അഡ്മിൻസിനല്ലാത്ത എല്ലാവർക്കും ഇത് ഹൈഡ് ആയിരിക്കും. ഡിലീറ്റ് പേജ് എന്ന് പറഞ്ഞാൽ ആ സാധനം പിന്നെ നമുക്ക് ആക്ടിവേറ്റ് ആക്കാൻ പറ്റത്തില്ല. നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതിന്റെ ആ ഒരു 30 days കൂടെ ഈ പേജ് അവിടെ കാണും. പക്ഷെ മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ല. നമുക്ക് എനി ടൈം നമുക്കത് അതിന് വേണേ തിരിച്ച് റിട്രൈവ് ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷേ ഒരു 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതും പറ്റത്തില്ല, നമുക്ക് പെർമനന്റ് ആയിട്ട് ഇത് ഡിലീറ്റ് ആയി പോകും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുവാണ് ഡിലീറ്റ് പേജ് എന്നുള്ളത്. ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു, കണ്ടിന്യൂ കൊടുക്കുന്നു. നോക്കണേ. ഇനി ഡൗൺലോഡ് ചെയ്യണോ, ഇതിനകത്തുള്ള ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് 3 photos 29 പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തിനൊക്കെ ഉണ്ടെന്നുള്ളത് ഡൗൺലോഡ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ മുഴുവൻ ഇൻഫർമേഷൻസ്, ഫോട്ടോസ് ഇട്ടേക്കുന്നതാണെങ്കിലും വീഡിയോ എല്ലാം നമുക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ട്രാൻസ്ഫർ എ കോപ്പി ഫോർ യുവർ ഇൻഫർമേഷൻ, ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കൊടുത്താൽ ഇതിനകത്തുള്ള എല്ലാം വേറെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ കോപ്പി ഇൻഫർമേഷൻ അനദർ സർവീസ് എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ ഫോട്ടോസ് വീഡിയോസ് എല്ലാം നമുക്ക് വല്ല USB അങ്ങനെയൊക്കെ ആക്കി എടുക്കാം. അപ്പൊ ഇതൊന്നും നമുക്ക് വേണ്ട, പെർമനന്റ് ഡിലീറ്റ് ചെയ്യാണ്. ഞാൻ കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമ്മൾ എന്നാ ചെയ്യണമെന്ന് അറിയാമോ, നമ്മളിവിടെ പാസ്വേഡ് കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ എൻ്റെ പാസ്വേഡ് ഒന്ന് കൊടുക്കുവാണേ. എൻ്റെ പാസ്വേഡ് കൊടുത്തു, എന്നിട്ട് ഞാൻ ഒന്ന് കണ്ടിന്യൂ ചെയ്യാണ്. കൺഫേം പെർമനന്റ് പേജ് ഡിലീഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. യു ആർ എബൌട്ട് ടു പെർമനന്റ്ലി ഡിലീറ്റ് യുവർ പേജ്. ഇഫ് യു ആർ റെഡി ടു ഡിലീറ്റ്, ക്ലിക്ക് ഡിലീറ്റ് പേജ്. വൺസ് യു സബ്മിറ്റ് യുവർ പേജ് ഫോർ ഡിലീഷൻ, you have 30 days to retrieve your page and cancel the deletion. After 30 days the deletion process will begin and you won't able to retrieve any of the content and information you have added എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് 30 days അവർ നമുക്ക് ടൈം തരും. നമ്മുടെ പേജ് നമുക്ക് വേണ്ട, നമുക്ക് തിരിച്ചൊരു ബോധം വന്നു, എനിക്ക് വേണ്ട, എൻ്റെ ഡിലീറ്റ് ചെയ്യണം, എനിക്ക് തിരിച്ച് ഈ പേജ് തന്നെ വേണം, ഇത്രയും ഫോളോവേഴ്സ് ഉള്ളതാണല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇങ്ങ് തിരിച്ചെടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് 30 days തിരിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ എനിക്ക് പേജ് വേണം, ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്യാണ്. അപ്പം ഈ പേജ് ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വീണ്ടും എൻ്റെ പ്രൊഫൈലിലേക്ക് തന്നെ പോയിട്ടുണ്ട്. ഫേസ്ബുക്ക് പ്രൊഫൈൽ, ഇത് എൻ്റെ പേജ് അല്ല, ഫേസ്ബുക്ക് പ്രൊഫൈലിലേക്ക് തന്നെ പോയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കിയാൽ ഈ പേജ് എനിക്ക് അവിടെ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ അങ്ങനെ പേജ് ഡിലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.